അടുത്തത് ഒരു ന്യൂമറിക്കൽ ആണ്. ഓക്കെ, a metal wire of resistivity 64 into 10 raised to minus 8 ohm meter and length 1.98 meter has a resistance of 7 ohm. Find the radius of wire. Okay, ഇപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടുത്തെ വയറിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. റെസിസ്റ്റിവിറ്റി എന്താണ്? റെസിസ്റ്റിവിറ്റി ഇസ് ഈക്വൽ ടു 64 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8 ഓം മീറ്റർ ആണ് കേട്ടോ, ഓം മീറ്റർ. ഓക്കെ, ആൻഡ് ലെങ്ത് എന്താണ് വയറിൻ്റെ? 1.98 മീറ്റർ ആണ്. ഈ റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുല നമുക്കൊന്ന് എഴുതാം. റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നേരെ തിരിച്ച് എഴുതിയാലും മതി. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അതിൽ നിന്നാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. ഓക്കെ, സോ റോയ്ക്ക് നമുക്കിനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. റോ ഉണ്ട്, റോയ്ക്കല്ല സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഏരിയക്കൽ ഇക്വേഷൻ എഴുതാം. ഏരിയക്കൽ ഇക്വേഷൻ എങ്ങനെയായി മാറുന്നു? എ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ ആർ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എന്ന് എടുക്കണം, കാരണം ഇതൊരു വയറാണ് അല്ലെ, സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് അതിനുള്ളത്. പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ ആർ. സോ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ആർ സ്ക്വയർ എന്താവുന്നു? ആർ സ്ക്വയർ ബിക്കംസ് റോ എൽ ബൈ ആർ പൈ. ആൻഡ് ഇവിടെ തന്നെ എഴുതുന്നു ആർ ഇസ് ഈക്വൽ ടു, ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ആദ്യമേ ആർ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റോ എൽ ബൈ ആർ പൈ. അപ്പോൾ ആദ്യമേ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആർ സ്ക്വയർ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർ കണ്ടുപിടിക്കാം. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ എന്ന് പറയുന്നത് എത്രയാണ്? 64 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 1.98 ആണ്. ബൈ ആർ. ആർ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 7 ഓം. 7 ഇൻറ്റു 3.14. ഓക്കെ, ജസ്റ്റ് പവർ അവിടെ വെച്ചുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ്? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5.76 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8 എന്നുള്ളതാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആറ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5.76 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8. അത് ഒറ്റയടിക്ക് തന്നെ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് 5.76നും അതുപോലെ തന്നെ 10 റേസ് ടു മൈനസ് 8നും നിങ്ങൾക്ക് റൂട്ട് കൊടുക്കാം. അപ്പോൾ ആർ എന്താണ് ഇവിടെ കിട്ടാൻ പോകുന്നത്? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും ആർ ഇസ് ഈക്വൽ ടു 2.4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4. റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ റേഡിയസിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് വരിക? റേഡിയസ് ഓഫ് ദി വയർ ആണ്. റേഡിയസ് ഓഫ് ദി വയർ എന്ന് പറയുന്നത് 2.4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 മീറ്റർ എന്ന രീതിക്കാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ റോഡ് ഇക്വേഷൻ എഴുതി, അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ആണ്. റേഡിയസിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഏരിയ വേണം. ഏരിയയുടെ ഫോർമുല നമ്മൾ എഴുതി, അതിൽ നിന്ന് ആർ സ്ക്വയർ കണ്ടെത്തി. അതിനുശേഷം ആർ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ഇക്വേഷന്റെ റൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആർ എത്രയാണ് കിട്ടിയത്? 2.4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 മീറ്റർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഒരു ന്യൂമറിക്കൽ ആണ്. ഓക്കെ, സിൽവർ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 2.1 ohm at 27.5 degrees Celsius and a resistance of 2.7 ohm at 100 degrees Celsius. Determine the temperature coefficient of resistivity of silver. Temperature coefficient of resistivity ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ആൽഫയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? റെസിസ്റ്റൻസും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? R2 is equal to R1 into 1 plus alpha delta T. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ആൽഫയിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് എന്നുള്ളത് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ R2 by R1 എന്ന് എഴുതാലോ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് എഴുതാം R2 by R1 into R2 by R1 is equal to into അല്ല is equal to 1 plus alpha delta T. Okay, for delta T. So R2 by R1 is equal to 1 plus alpha delta T. അതിൽ നിന്ന് 1നെ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ -1 is equal to alpha delta T. Okay,
സോ നമുക്ക് എഴുതാം, ഇവിടെ എങ്ങനെ എഴുതാം, R2 മൈനസ് R1 by R1 is equal to alpha delta t. ഓക്കെ, സോ അതിൽ നിന്ന് ആൽഫേനെ നമുക്ക് ഇനി ഈസി ആയിട്ട് എഴുതാലോ. എങ്ങനെയാണ്? R2 മൈനസ് R1 by R1 ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ആൽഫ എന്നതാണ് ആൽഫയുടെ എക്സ്പ്രഷൻ. കേട്ടോ, ആൽഫയുടെ എക്സ്പ്രഷനിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ R2 മൈനസ് R1 ബൈ R1 ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇറേസ് ചെയ്യുവാണ്. എന്നിട്ട് ഈ ഒരു എക്സ്പ്രഷനിലേക്കാണ് ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ അപ്പോൾ എന്താണ് മനസ്സിലായത്, എങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. എന്തായിരുന്നു എക്സ്പ്രഷൻ ഒന്നുകൂടി പറയാം, R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ആൽഫ. ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് അവിടെയുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? യെസ്, R2 എന്ന് പറയുന്നത് 2.7 ഓമും അതുപോലെ തന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് 2.7, അതിവിടെ എഴുതാം. R2 is equal to 2.7, R1 is equal to 2.1 ohm. അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ തന്നെ എഴുതി പോവാം. T2 എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തന്നെയാണ് നമ്മൾ ടെമ്പറേച്ചർ എഴുതാൻ പോകുന്നത്. ഓക്കെ, T2 എന്ന് പറയുന്നത് എത്രയാണ്? T2 അതുപോലെ തന്നെ T1 എന്ന് പറയുന്നത് 27.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. R2 എന്ന് പറയുന്നത് 2.7. ഓക്കെ, സോ ആൽഫ ഇസ് ഈക്വൽ ടു 2.7 മൈനസ് 2.1 ഡിവൈഡഡ് ബൈ R1 എത്രയാണ്? 2.1 ആണ് ഇൻറ്റു ഡെൽറ്റ ടി. ആ ഡിഫറൻസ് എഴുതാം. എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? 100 മൈനസ് 27.5, 100 മൈനസ് 27.5 എന്നതാണ് ഡിഫറൻസ് വരുന്നത്. സോ ആൽഫ ഇസ് ഈക്വൽ ടു 2.7 മൈനസ് 2.1 എത്രയാണ് കിട്ടുന്നത്? 0.6. ഓക്കെ, ബൈ 2.1 ഇൻറ്റു 100 മൈനസ് 27.5 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 72.5. ഓക്കെ, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും ഇത് രണ്ടും തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 0.6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്താണ് ആൻസർ കിട്ടാൻ പോകുന്നത്? ആൽഫ ഇസ് ഈക്വൽ ടു, വിൽ ഗെറ്റ് ഇറ്റ് ആസ് ആൽഫ ഇസ് ഈക്വൽ ടു 0.0039 ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 എന്നാണ് കിട്ടുക. കേട്ടോ, സെൽഷ്യസ് റേസ് ടു -1 വരാൻ കാര്യം എന്താണ്? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 എന്നുള്ള രീതിക്കായിരിക്കും കിട്ടുക. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. ഓക്കെ, ഓമിന്റെ കാര്യമൊന്നും തന്നെ വരാത്തത് എന്താണ്? രണ്ട് സ്ഥലത്തും R2 മൈനസ് R1 ബൈ R1 വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സിമിലർ യൂണിറ്റ് ആയതുകൊണ്ട് ആ ഒരു യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ആൽഫ ഇസ് ഈക്വൽ ടു 0.0039 ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. ഓക്കെ, അടുത്തതായി റെസിസ്റ്റിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. നോക്കിയാലോ, എന്താണ് തന്നിരിക്കുന്നത്? കോപ്പർ ഇസ് വൺ ഓഫ് ദി സ്യൂട്ടബിൾ മെറ്റീരിയൽ ടു മേക്ക് കണക്ടിംഗ് വയേഴ്സ് ഡ്യൂ ടു ഇറ്റ്സ് ലോ റെസിസ്റ്റിവിറ്റി. ലോ റെസിസ്റ്റിവിറ്റി എന്ന പ്രോപ്പർട്ടി കാരണം നമ്മൾ എന്തുണ്ടാക്കാനായിട്ടാണ് കോപ്പർ വയേഴ്സ് യൂസ് ചെയ്യാറ്? യൂഷ്വലായിട്ട് കണക്ടിംഗ് വയേഴ്സ് ഉണ്ടാക്കാനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ റെസിസ്റ്റിവിറ്റി? എന്താണ് റെസിസ്റ്റിവിറ്റി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റിവിറ്റി എന്താണ്? ഫോർ എ ഗിവൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഒരു മെറ്റീരിയലിന്റെ ഗിവൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് അതിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, അതിന്റെ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്രമാത്രം റെസിസ്റ്റൻസ് അത് ഓഫർ ചെയ്യുന്നു, ഒരു പ്രത്യേക ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള മെറ്റീരിയലിന് റെസിസ്റ്റൻസ് ഓഫർഡ് പെർ യൂണിറ്റ് ലെങ്ത്, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം ആണ്, റോ ആണ്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. ആൻഡ് അതിന്റെ ഇക്വേഷൻ, ആ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റോ ഇസ് ഈക്വൽ ടു RA/L. ഓക്കെ, അടുത്തതൊരു ന്യൂമറിക്കൽ ആണ്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്കതിനെ സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? എ കോപ്പർ വയർ ഇസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ ആൻഡ് ഹാസ് എ റെസിസ്റ്റൻസ് R. ഓക്കെ, റെസിസ്റ്റൻസ് R ഉള്ള ഒരു കോപ്പർ വയർ, അത് നമ്മൾ സ്ട്രെച്ച് ചെയ്തു. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ലെങ്ത് ഉറപ്പായും മാറുമല്ലോ. മാറും, അത് ഇൻക്രീസ് ചെയ്യും. എത്തരത്തിലാണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്? സച്ച് ദാറ്റ് ഇറ്റ്സ് തിക്നെസ് റെഡ്യൂസസ് ബൈ ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ സൈസ്. ആദ്യമേ ഇത്രയും
ഒരു ലെങ്ത് ഇത്രയും തിക്നെസ് ഉണ്ടായത് വലിച്ചു നീട്ടി കഴിയുമ്പോഴത്തേനും അതിന്റെ വലിച്ചു നീട്ടി അതിന്റെ തിക്നെസ് നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിന്റെ പുതിയ റെസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ആർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്കത് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ആ ഒരു റഫ് ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, എങ്ങനെയാ അത് വരുന്നത്? ആദ്യമേ ഇത്രയും ലെങ്ത് ഇത്രയും തിക്നെസ് ആയിരുന്നു എന്ന് കരുതുക. ലെങ്ത്തിന് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിന്റെ തിക്നെസ് എന്ത് ചെയ്തു? ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്തു എന്ന് പറയാം. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ്? റേഡിയസ് വരുന്നുണ്ട് അല്ലേ ഇവിടെ. സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്, വയർ ആണല്ലോ അല്ലെ, ആ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ റേഡിയസ് എന്തായി മാറുമെന്ന് പറയാം. രണ്ടാമത്തെ റേഡിയസ് എന്ന് പറയുന്നത് R1/2 ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനോടൊപ്പം നമുക്ക് റെസിസ്റ്റൻസ് ഫോർമുല എഴുതാം. ഫസ്റ്റ് വയറിന്റെ റെസിസ്റ്റൻസ് എന്താണ്? റോ L1/A1 അല്ലെങ്കിൽ അതിനെ തന്നെ റോ L1/πr1 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം അല്ലേ. സർക്കുലർ ആ ഒരു ക്രോസ് സെക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് πr1 സ്ക്വയർ ആയിരിക്കും, സർക്കുലർ ആയതുകൊണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് റെസിസ്റ്റൻസിലേക്കുള്ള ആ ഒരു റിലേഷനിലേക്ക് എത്തിക്കണം. സോ എങ്ങനെ കമ്പയർ ചെയ്യാം നമുക്കിതിനെ? വോളിയം സെയിം ആയിരിക്കുമല്ലോ, തിക്നെസ് മാറുന്നു, ലെങ്ത് മാറുന്നു, എങ്കിലും വോളിയം സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എഴുതാം A1L1 is equal to A2L2 അല്ലെ. ഇനി A1 എന്താണ്? πr1 സ്ക്വയർ L1 is equal to πr2 സ്ക്വയർ L2. അഥവാ നമുക്കിതിനെ എഴുതാം πr1 സ്ക്വയർ L1 is equal to πr1/2 the whole square L2. ഓക്കെ, പയ്യും പയ്യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി എന്താണുള്ളത്? R1 സ്ക്വയർ L1 is equal to R1 സ്ക്വയർ by 4L2, റൈറ്റ്. അപ്പോൾ R1 സ്ക്വയറിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും ഈ 4നെ ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും 4L1 is equal to L2 എന്നത് നമുക്ക് കിട്ടും. ഓക്കെ, 4L1 is equal to L2 എന്ന ആ ലെങ്ത്തുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമുക്ക് കിട്ടും. നോക്കിക്കേ, ലെങ്ത് എത്രമാത്രം മാറി? 4 times L1 ലെങ്ത് ആണ് L2 എന്ന് പറയുന്നത്, പുതിയ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഏതിലേക്ക് ഇട്ടിട്ട് കമ്പയർ ചെയ്യാം? ആ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസിലേക്ക് ഈ ഒരു L1നെ നമുക്കൊന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു R2 എന്ന് പറഞ്ഞ എക്സ്പ്രഷനിലേക്ക് ഇതിനെ കൊടുക്കാം. R2 എന്തായിരിക്കും? R2 എന്ന് പറയുന്നത് റോ L2/A2, റൈറ്റ്. റോ L2/A2. അപ്പൊ R2 is equal to റോ ഇൻറ്റു അവസാനം റോ എന്തായാലും ക്യാൻസൽ ആവും. അത് ആ ഒരു റോ എന്ന് പറയുന്ന ടേം ഇവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും എഴുതിയാൽ നല്ലത്. ഓക്കെ, അപ്പൊ റോ L2 എന്ന് പറയുന്നത് എന്താണ്? 4L1 ഡിവൈഡഡ് ബൈ A2 എന്താണ്? πr2 സ്ക്വയർ. ഓക്കെ, πr2 സ്ക്വയർ. πr2 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു 4L1 by π ഇൻറ്റു R1/2 ദി ഹോൾ സ്ക്വയർ. ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ R2ലേക്ക് L1നെയും R1ന്റെ ടേംസിലുള്ള ആ ഒരു R2ന്റെ ഇക്വേഷനെയും നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ദിസ് ഇസ് R1/2 the whole square, R1/2 the whole square. So R2 എന്തായിട്ടാണ് മാറുന്നത്? R2 is equal to, നോക്കിക്കേ, ഈ ഒരു ഇതിന് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 4L1 by πr1 സ്ക്വയർ. ഈ 2 എന്താവും? 2 സ്ക്വയർ 4 ആകും, അത് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഇൻറ്റു 4 ആകും. സോ ദാറ്റ് ഗിവ്സ് യു π ഇൻറ്റു 16L1 by πr1 സ്ക്വയർ. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്തേ, ഇപ്പൊ നമ്മൾ ആൻസറിലേക്ക് എത്തും കേട്ടോ. 16 ഇൻറ്റു റോ L1 by πr1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ്? ഈ ഒരു ടേമിനെ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇത് തന്നെയാണ് ഇത് അല്ലേ. ശരിയാണല്ലോ, വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? R2 is equal to 16R1. ഓക്കെ, എങ്ങനെ എഴുതാലോ? R2 is equal to 16 times R1. R1 എന്നത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് റിലേഷൻ കിട്ടി? R2 is equal to 16R1. ഓക്കെ, അപ്പോൾ ആ ഒരു പഴയ റെസിസ്റ്റൻസ്, ഒറിജിനൽ റെസിസ്റ്റൻസിന്റെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്തു? പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു നെയിമിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. ആർന്നോ R പ്രൈമെന്നോ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ചൂസ് ചെയ്തത് ഫസ്റ്റ് റെസിസ്റ്റൻസ് R1 ആയിരുന്നു, സെക്കൻഡ് റെസിസ്റ്റൻസ് R2 ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടി ദ ഒറിജിനൽ റെസിസ്റ്റൻസ് ഇൻറ്റു 16 ടൈംസ് ഗീവ്സ് യു ദി ന്യൂ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്
കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും. ഓക്കെ, കണ്ടക്ടൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്നറിയാം, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറയുന്നത്, കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തറിയാം, റെസിസ്റ്റിവിറ്റി അറിയാം. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെ നമുക്ക് എന്ത് വിളിക്കാം, കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, എന്താണ് റെസിസ്റ്റൻസ്? എന്തെങ്കിലും കറണ്ട് ഫ്ലോ അല്ലെ, എന്തെങ്കിലും അതിനോടുള്ള ഒരു ഒപ്പോസിഷൻ എന്ന് നമുക്ക് പറയാം അല്ലെ, ഒരു തടസ്സമാണ് റെസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ തടയുക. ഓക്കെ, അതാണ് റെസിസ്റ്റൻസ്. അത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ വരുമ്പോൾ എന്താണ്, ചാർജസിന്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും, ആ ഒരു ചാർജസിനെ ഫ്ലോയിനെ എലോ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്. അതുപോലെ തന്നെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് Ohm⁻⁻1 ആണ്. അതിനെ തന്നെ സിമെൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്താണ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തായിരുന്നു, ഓം ആയിരുന്നു. ഓക്കെ, അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/Ohm ആണ്. അതിനെയാണ് നമ്മൾ Ohm⁻⁻1 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ SI യൂണിറ്റ് ഫോർ കണ്ടക്ടിവിറ്റി ഇസ് സിഗ്മ. ഓക്കെ, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു, ഓം മീറ്റർ ആയിരുന്നു കേട്ടോ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും, 1/Ohm മീറ്റർ അഥവാ Ohm⁻⁻1 മീറ്റർ⁻⁻1 എന്നതാണ് റെസിസ്റ്റിവിറ്റിയുടെ ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ല, ഇത് കണ്ടക്ടിവിറ്റിയുടെ കേട്ടോ. 1/Ohm മീറ്റർ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്, ഓം മീറ്റർ ആണ്. ഓം മീറ്ററിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഇസ് Ohm⁻⁻1 മീറ്റർ⁻⁻1 എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്, കണ്ടക്ടിവിറ്റിയുടെ. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെയും എഴുതാം, സിഗ്മ എന്ന് എഴുതാം. Ohm⁻⁻1 മീറ്റർ⁻⁻1 ഈക്വൽ ആണ് സിഗ്മ. അതിനെ സിഗ്മ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്കതിനെ സിമെൻ പെർ മീറ്റർ എന്നും എഴുതാം. ഓക്കെ, എന്താണ്, സിമെൻ പെർ മീറ്റർ എന്നും എഴുതാം. അത് വേർഡ്സിൽ എഴുതിയിരിക്കുന്നതാണ് സിമെൻ പെർ മീറ്റർ. ഇവിടെയും അത് ഈ ഒരു Ohm⁻⁻1 നമുക്ക് എങ്ങനെയും പറയാം, സിമെൻ എന്നും പറയാം. ഓക്കെ, അത് വേർഡ്സിൽ എഴുതി കാണിച്ചിരിക്കുന്നതാണ് അത്. ഓക്കെ, ക്ലിയർ ആയല്ലോ, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി, അതിന്റെ യൂണിറ്റ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കറണ്ട് ഡെൻസിറ്റി ആണ് അല്ലെ. ഡെൻസിറ്റി എന്താണ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം ഒരു വസ്തു ഒരു സ്ഥലത്ത് കോമ്പാക്ട് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഡെൻസിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കറണ്ട് ഡെൻസിറ്റി എന്താണ്, തീർച്ചയായും കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകേണ്ട കാര്യമില്ല. കറണ്ട് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയാം J is equal to I/A. ഓക്കെ, ഇപ്പോൾ അതിന്റെ വെക്ടർ ഫോമിന് നമുക്ക് എങ്ങനെ എഴുതാം, I is equal to J.A. J ഈ ഒരു ആരോ കാണാൻ സാധിക്കുന്നത് വെക്ടർ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം എങ്ങനെയാണ് കറണ്ട് ഡെൻസിറ്റി അതൊരു വെക്ടർ ആകുന്നു എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതാണ് ഏരിയ എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതൊരു പ്രത്യേക ആംഗിളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിലെ കൂടി പാസ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വ്യത്യാസം വരും. എപ്പോഴാണ്, ആ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേന്. ഇനിയിപ്പോൾ ഇങ്ങനെയായിരുന്നെങ്കിലോ, ചിലപ്പോൾ ഹിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വ്യത്യാസപ്പെട്ടേക്കാം. എത്രമാത്രം ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, എത്രമാത്രം ഇലക്ട്രോൺസ് ആ ഒരു ഏരിയ കൂടി പാസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയയുടെ ഇൻക്ലിനേഷൻ, അത് എത്രമാത്രം ആംഗിൾ ഇരിക്കുന്നു എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളതും ക്ലിയർ ആയല്ലോ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓംസ് ലോയിനെ ജെയിൻ്റെയും ഇൻ്റെയും ടേംസിൽ, അതായത് കറണ്ട് ഡെൻസിറ്റിയുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ടേംസിൽ നമ്മൾ ആരെ പഠിക്കാൻ പോവുകയാണ്, ഓംസ് ലോനെ മനസ്സിലാക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഓംസ് ലോ നമ്മൾ ആ ഒരു ടേംസിലാക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L. ഓക്കെ, ഒരു സ്പെസിഫിക് ലെങ്ത് ഉള്ള കണ്ടക്ടർ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ അതിനെ L ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് V ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, അത് V ആണ്. ഓംസ് ലോ അനുസരിച്ച് നമുക്കറിയാം എക്സ്പ്രഷൻ V is equal to IR. ഓക്കെ, V is equal to IR എന്നുള്ളത് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് ആ എക്സ്പ്രഷനിലേക്ക് എത്തിക്കാം. ഓക്കെ, സോ V is equal to IR എന്നുള്ളത് ഒന്നുകൂടി എടുത്ത് എഴുതുന്നു. V is equal to IR. ആറിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ആറിനെ എന്തിൻ്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ ആറിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാമല്ലോ. റോ L/A എന്നുള്ളതാണ്. സോ V ഇവിടെ എന്തായിട്ട് മാറുന്നു, V is equal to I into റോ L/A. ഓക്കെ, is equal to റോ L/A. ഇനി നമുക്ക് എഴുതാം V is equal to I/A. എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം I/A എന്നത് J ആണെന്നറിയാം. സോ
V is equal to J rho L എന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? അതൊരു ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ V is equal to J rho L. ഓക്കെ, അടുത്തത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇപ്പോൾ നമുക്ക് കിട്ടിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് E ഇൻ ദ കണ്ടക്ടർ. അതെന്ത് ചെയ്യുന്നു? അത് കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ ഓൾസോ ക്യാൻ ബി റിട്ടേൺ ആസ്. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, നമുക്കതിനെ ഇയുമായിട്ടും എന്ത് ചെയ്യണം? റിലേറ്റ് ചെയ്യണം. അപ്പോൾ ഇയുമായിട്ട് റിലേറ്റ് ചെയ്താൽ ഒരു വിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ V ഈക്വൽ ടു E ഇൻറ്റു L. ഓക്കെ, L ലെങ്ത് ഉള്ള കണ്ടക്ടറിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? V ഇസ് ഈക്വൽ ടു EL എന്നതാണ്. ഓക്കെ, അപ്പോൾ V ഇസ് ഈക്വൽ ടു EL എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. V ഇസ് ഈക്വൽ ടു EL. ഓക്കെ, V ഇസ് ഈക്വൽ ടു EL എന്നത് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും എളുപ്പം നമുക്ക് E ഇസ് ഈക്വൽ ടു V ബൈ Lലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ മാത്രമാണ് നമുക്കിവിടെ ആവശ്യം. ഇതാണ് നമ്മളിവിടെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാൻ പോകുന്നത്. E ഈക്വൽ ടു V ബൈ L. ഓക്കെ, അപ്പോൾ ഈനെ നമുക്ക് മറ്റെന്ത് ഫോർമുലയിലേക്ക് എഴുതാം? F ഇസ് ഈക്വൽ ടു QE അല്ലേ? F ഇസ് ഈക്വൽ ടു QE എന്നുള്ളൊരു ഫോർമുല ഉണ്ട്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഇസ് ഈക്വൽ ടു QE. സോ ഈനെ നമുക്ക് എങ്ങനെ എഴുതാം? E ഇസ് ഈക്വൽ ടു F ബൈ Q എന്ന് എഴുതാം. എഫിന് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ഇവിടെ V എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ആണ് അല്ലേ ആക്ച്വലി. അതായത് V എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ് അല്ലെ. അപ്പോൾ വർക്ക് ഡണ്ണിലേക്ക് നമുക്കൊന്ന് റിലേറ്റ് ചെയ്യിക്കാം. എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്? സാധാരണ കേസിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഇസ് ഈക്വൽ ടു W ബൈ S എന്നത് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിലേക്ക് E ഈക്വൽ ടു F ബൈ Q എന്ന സ്ഥലത്തേക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. W ബൈ S. ഓക്കെ, W ബൈ S ആണല്ലോ F എന്ന് പറയുന്നത് ബൈ Q. W ബൈ S ബൈ Q എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ Q ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നത്. W ബൈ Q എന്ന് പറയുന്നത് എന്താണ്? W ബൈ Q എന്ന് പറയുന്നത് E ഇസ് ഈക്വൽ ടു E ഇസ് ഈക്വൽ ടു V ബൈ എസിന് പകരം നമുക്ക് കരുതാം എന്താണ്? അവിടുത്തെ ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, അത് എത്രമാത്രം നീങ്ങി എന്നുള്ളതാണ് നമ്മൾ സാധാരണ വർക്കിന്റെ കാര്യത്തിൽ പറയാ. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ആ എസ് അല്ലെ, ആ ഒരു അത് ഡിസ്പ്ലേസ് ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് എന്തായിട്ട് തന്നെ കരുതാം? ആ കണ്ടക്ടറിന്റെ ലെങ്ത് ആയിട്ട് കരുതാം അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയാം? E ഈക്വൽ ടു V ബൈ L എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് E ഈക്വൽ ടു V ബൈ L എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് V ഈക്വൽ ടു EL എന്നതും എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. എങ്ങനെയാണ് ഈ സെക്കൻഡ് ഇക്വേഷൻ വന്നത് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജെയിൻ്റെയും എയിൻ്റെയും ടേംസിലേക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് റൈസ് ചെയ്യുവാണ്. യെസ്, സോ V is equal to E into L. Okay, this was the second equation. ഇനി കമ്പയർ ചെയ്തേ എന്തായിരുന്നു നേരത്തെ കിട്ടിയ ഇക്വേഷൻ? നേരത്തെ കിട്ടിയ ഇക്വേഷൻ അനുസരിച്ച് we have V is equal to J rho L. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടിനെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം EL is equal to J rho L. ഓക്കെ, ഇത് അത്രയും കട്ട് ചെയ്യാം. സോ E is equal to J rho എന്ന് നമുക്ക് എഴുതാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? J is equal to E by rho എന്നത് നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം J is equal to E സിഗ്മ 1 by rho എന്നത് എത്രയാണ്? 1 by rho എന്നത് സിഗ്മയാണ്. സോ ഇതിനെ സിഗ്മ എന്നും നമുക്ക് എഴുതാം. J is equal to E സിഗ്മ എന്നത് നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പം ഏത് എക്സ്പ്രഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്? E ഈക്വൽ ടു J റോ എന്ന് പറയുന്ന എക്സ്പ്രഷനിലേക്കാണ്. അതിനെ തന്നെ നമുക്ക് പല രീതിയിലായിട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? E is equal to J റോ എന്നതാണ് കിട്ടിയത്. ഓക്കെ, അതിൽ നിന്ന് ജെനെ നമ്മൾ എങ്ങനെ എഴുതി? J is equal to E by sigma. Okay, that is going to be the E by rho. E by sigma alla, E by rho. 1 by rho is sigma. Sigma is called the conductivity of the material. So can be written as J is equal to sigma
ഇ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? വെക്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിടാൻ മറക്കരുത്? ആ ഒരു വെക്റ്റർ ആരോ ഇടാനായിട്ട് നമ്മൾ മറക്കരുത്. ഓക്കെ, എല്ലാ സ്ഥലത്തും നമുക്ക് ആ ഒരു വെക്റ്റർ ആരോ കൂടി ഒന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇ ഇസ് ഈക്വൽ ടു ജെ റോ. ഓക്കെ, ക്ലിയർ ആണല്ലോ എന്തിനാണ് വെക്റ്റർ സൈൻ ഇട്ടെന്നുള്ളതും ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മൾ ഇലക്ട്രോൺ ഫ്ലോ ആണ് കറണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാലും ഒരു കണ്ടക്ടറിനുള്ളിൽ എങ്ങനെയായിരിക്കും ഈ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്? അതിന് പ്രത്യേകിച്ച് പാറ്റേൺ എന്തെങ്കിലും ഉണ്ടോ? എത്ര വെലോസിറ്റിയിലാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതിലൂടെ ആരെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്? ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഒറിജിൻ ഓഫ് റെസിസ്റ്റിവിറ്റി. ഇലക്ട്രോണുകളുടെ ഡ്രിഫ്റ്റും പ്രതിരോധകതയുടെ ഉത്ഭവവും ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റാൻഡം തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ. ഒരു മെറ്റലിൽ എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതെന്ന് ഉള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് റാൻഡം തെർമൽ മോഷൻ? ആ ഒരു റാൻഡം മോഷനിലാണ്. അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ, എവറി മെറ്റൽ, എല്ലാ മെറ്റൽസിലും എന്തുണ്ട്? കുറെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് എങ്ങനെയാണ്? അവർ അടങ്ങിയ ഒരു സ്ഥലത്തിരിക്കുവാണോ? അല്ല, അവരെന്താണ്? അവരെപ്പോഴും മോഷനിലാണ് അല്ലെ? അതും റാൻഡം മോഷൻ. അവരുടെ മോഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവരെന്താണ്? ഫ്രീ ആണ്. അതുകൊണ്ട് ഏത് തരം മോഷനിലും ആയിരിക്കാം. അത് എപ്പോഴും എന്താണ്? മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ദേ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ വിത്തിൻ ദി കണ്ടക്ടർ. ഓക്കെ, അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. നോക്കിയേ, ഇലക്ട്രോണിന്റെ ആ ഒരു മോഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അതിനൊരു പാറ്റേൺ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ. സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ല, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ അല്ല. റാൻഡം ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു കണ്ടക്ടർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലെ, അങ്ങനെ റാൻഡം ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിനാണ് നമ്മൾ എന്ത് കൊടുക്കാറ്? നമ്മൾ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് അതിനൊരു ഡയറക്റ്റഡ് ഫ്ലോ കൊടുക്കാനായിട്ടാണ്. ഓക്കെ, എന്തായിരുന്നു? റാൻഡം മോഷനിലാണ് മെറ്റൽസിന്റെ ഉള്ളിലെ കണ്ടക്ടേഴ്സ്, ഫ്രീ ഇലക്ട്രോൺസ്, ദേ ആർ ഇൻ റാൻഡം മോഷൻ. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ആവറേജ് തെർമൽ സ്പീഡ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ റാൻഡം മോഷൻ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁵ മീറ്റർ പെർ സെക്കൻഡ്. അവർ ആവറേജ് തെർമൽ സ്പീഡ് ഇവർ മൂവ് ചെയ്യുന്നുണ്ടല്ലോ കണ്ടക്ടറിനുള്ളിൽ, അതിന്റെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10⁵ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ദ ഡയറക്ഷൻസ് ഓഫ് തെർമൽ മോഷൻ ആർ ഓൾസോ റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അവരുടെ സ്പീഡ് എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലാണ്. ഇനി ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു എന്നുള്ളതും റാൻഡം ആയിരിക്കും. അവരെന്താണ്? റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, hence the average thermal velocity of electrons is 0. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റി എന്തായിട്ട് മാറും? ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്താലേ അല്ലേ, അതായത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടായാലേ അവിടെ എന്ത് പറയാൻ സാധിക്കുള്ളൂ? അവിടെ ഒരു വെലോസിറ്റി ഉണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ ഈ കേസിൽ എന്താണ്? റാൻഡം മോഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ആവറേജ് തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ ആവറേജ് തെർമൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ അവിടെ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അവിടെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. തെർമൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് കറണ്ട്, അവിടെ നെറ്റ് ഇലക്ട്രിക് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ റാൻഡം മോഷനെ കുറിച്ചിട്ടും അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി, അത് കാരണം അല്ലെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന കറണ്ട്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ.